ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ബി.ജെ.പിയും ആർ.എസ്.എസും തമ്മിൽ അത്ര രസത്തിലല്ല. പ്രത്യേകിച്ച് ആർ.എസ്.എസ് മേധാവി മോഹൻ ഭാഗവത് ബി.ജെ.പിക്കെതിരെ പരോക്ഷ ആരോപണങ്ങളുമായി പലതവണ രംഗത്ത് വരികയും ചെയ്തു. മോഹൻ ഭാഗവതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന അണിയറ സംസാരങ്ങളും ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ മോദിക്കെതിരെ ഒളിയമ്പുമായി ആർ.എസ്.എസ് മേധാവി മോഹൻ ഭാഗവത് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. ചിലർക്ക് അമാനുഷികരും ഭഗവാനുമൊക്കെ ആകാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ഭഗവാൻ വിശ്വരൂപമാണ്. അതിനു മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല. ആന്തരികമായും ബാഹ്യമായും വികാസത്തിന് പരിധിയില്ല എന്നും മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുകയാണ്. ജാർഖണ്ഡിലെ ഒരു പരിപാടിക്കിടയിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരോക്ഷമായി വിമർശിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ ജന്മം തന്നെ ദൈവികമാണ് എന്ന വാദവുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ചു നേരത്തെ രംഗത്ത് വന്നിരുന്നു. തന്റെ ജനനം ജൈവികമായ ഒന്നല്ല എന്നും തന്നെ ദൈവം അയച്ചതാണ് എന്നുമായിരുന്നു പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത്. മോദിയുടെ ഊർജത്തിന്റെ കേന്ദ്രം ഏതാണ് എന്ന അഭിമുഖത്തിലെ ഒരു ചോദ്യത്തിനിടയിലായിരുന്നു മോദിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടന്നത്. ആ പ്രതികരണം നമുക്കൊന്ന് നോക്കാം. എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നത് വരെ ഒരുപക്ഷെ എൻ്റെ ജനനം ഒരു ജൈവികമായ ഒന്നാണ് എന്ന ധാരണ എനിക്കുണ്ടായിരുന്നു. അവരുടെ വിയോഗത്തിന് ശേഷം എല്ലാ അനുഭവങ്ങളും നോക്കുമ്പോൾ എന്നെ ദൈവം അയച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ന്യൂസ് 18 നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു മോദിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നത്. താൻ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഊർജം ജൈവികമായ ശരീരത്തിൽ നിന്നും ഉണ്ടാകാൻ കഴിയില്ല എന്നും ചിലത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഊർജം നൽകി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നുമാണ് മോദി അന്ന് പറഞ്ഞത്. ഞാൻ ഒന്നുമല്ല, ദൈവം ചിലത് നടപ്പിലാക്കാൻ തിരഞ്ഞെടുത്ത ഉപകരണം മാത്രമാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്നും മോദി ഈ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ 140 കോടി ജനങ്ങളിലേക്കും ഞാൻ നോക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യാറുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സമാനമായ കാര്യം ഹിന്ദി ചാനലായ ന്യൂസ് 24 നൽകിയ അഭിമുഖത്തിനും അദ്ദേഹം ആവർത്തിച്ചിരുന്നു. ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ തന്നെ ദൈവം അയച്ചതാണ് എന്നായിരുന്നു അവിടെയും അദ്ദേഹം പറഞ്ഞത്. ഈ പരാമർശത്തെയാണ് ഇപ്പോൾ ആർ.എസ്.എസ് മേധാവി മോദിയുടെ പേരെടുത്ത് പറയാതെ വിമർശിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള പ്രസംഗങ്ങളിൽ മോഹൻ ഭാഗവത് നിരന്തരം സർക്കാരിന് പരോക്ഷ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതാദ്യമായാണ് എന്നാൽ മോദിക്കെതിരെ ഒരു പരോക്ഷ വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വരുന്നത്. ബി.ജെ.പിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആർ.എസ്.എസ് സഹായം ആവശ്യമില്ല എന്ന ജെ.പി. നദ്ദയുടെ പരാമർശം നേരത്തെ തന്നെ ആർ.എസ്.എസിനെ ചൊടിപ്പിച്ചിരുന്നു. കോവിഡ്-19 മഹാമാരിക്ക് ശേഷം ലോകത്തെ മുഴുവൻ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നത് ഇന്ത്യയാണ് എന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. സനാതൻ ധർമ്മം മനുഷ്യരാശിയുടെ ക്ഷേമത്തിൽ വിശ്വസിക്കുന്നു എന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. കഴിഞ്ഞ 2000 വർഷങ്ങളിൽ വിവിധ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പരമ്പരാഗത രീതിയിൽ വേരൂന്നിയ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നതിൽ അവയെല്ലാം പരാജയപ്പെട്ടു എന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. കൊറോണയ്ക്ക് ശേഷം സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കുമുള്ള മാർഗം ഇന്ത്യക്കുണ്ട് എന്ന് ലോകം മനസ്സിലാക്കി എന്നും ഭഗവത് പറഞ്ഞിരുന്നു. ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയായ വികാസ് ഭാരതി സംഘടിപ്പിച്ച ഗ്രാമതല തൊഴിലാളി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സനാതൻ സംസ്കൃതിയും ധർമ്മവും വന്നത് രാജകൊട്ടാരങ്ങളിൽ നിന്നല്ല, ആശ്രമങ്ങളിൽ നിന്നും വനങ്ങളിൽ നിന്നുമാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ വസ്ത്രങ്ങൾ മാറിയേക്കാം, പക്ഷേ നമ്മുടെ സ്വഭാവം ഒരിക്കലും മാറില്ല എന്നും ആർ.എസ്.എസ് മേധാവി പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.